ഹായ് ഗൈസ്, ആഫ്റ്റർ എ ലോങ് ടൈം അൽഫോൺസ് പുത്തൻ ഈസ് ബാക്ക്. നമ്മളൊക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെ പുള്ളിക്കാരന്റെ കംബാക്ക് എന്ന് പറയുന്നത് നിവിൻ പോളിനൊപ്പമാണ്. വിജയം എന്നാണ് മൂവിയുടെ പേര്. ഇന്നലെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അവരുടെ ആ കോംബോ വീണ്ടും കാണുമ്പോൾ തന്നെ എന്താ അറിയില്ല, ഒരു എന്തോ വലുത് വരാൻ പോകുന്നു, നല്ലതെന്തോ വരാൻ പോകുന്നു എന്നുള്ള ഒരു തോന്നല്. പക്ഷെ എനിക്കതില് നെഗറ്റീവായി തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. നിവിൻ പോളുടെ ആ ഒരു ഫിറ്റ്നസ് അതിൽ നേരെ അറിയുന്നുണ്ട്. വയറൊക്കെ വെച്ച് കെട്ടി ഉള്ളിക്ക് തള്ളിയ പോലെ എനിക്ക് നേരെ തോന്നുന്നുണ്ട്. വിസിബിൾ ആണത്. അപ്പോ എനിക്ക് തോന്നുന്നു അതിൽ റൈഡർ ആയിട്ടോ അങ്ങനെ എന്തോ ആണ് അതിലെ ക്യാരക്ടർ എന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഫിറ്റ്നസ് ഒരിക്കലും അതൊരു മാച്ച് അല്ല. ഒന്നില്ലെങ്കിൽ അത് നല്ലൊരു ഫിറ്റ്നസ് കംബാക്ക് നിവിൻ പോളി കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇനി പുള്ളിക്കാരൻ അൽഫോൺസ് പുത്രൻ ഉദ്ദേശിക്കുന്നത് വല്ല കോമിക് രീതിയിലുള്ള ആ രീതിയിലുള്ള വല്ല സെറ്റപ്പ് ആണോ എന്നറിയില്ല. അതിനനുസരിച്ചുള്ള രീതിയാണോ ഇപ്പൊ കൊടുത്തിരിക്കണമെന്ന് അറിയില്ല. നമുക്കറിയില്ല. സിനിമയിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും. അല്ല, നേരെ മറിച്ച് ആ ഒരു ഒറിജിനൽ റൈഡർ ആ സെറ്റപ്പിലൊക്കെ ആണെങ്കിൽ ഈ ഫിറ്റ്നസ് പോരാ, ബോഡി പോരാ. അതുപോലെ ആ കോസ്റ്റ്യൂമും നിവിന് ചേർച്ചുള്ളത് പോലെ തോന്നിയില്ല. ഈ ഒരു നെഗറ്റീവ് മാത്രമേ തോന്നിയുള്ളൂ. ബാക്കിയൊക്കെ ഓക്കെയാണ്. നല്ലൊരു സ്ക്രിപ്റ്റ് തന്നെയാണ് പുള്ളി എടുത്തിട്ടുണ്ടാവുക എന്ന് കരുതുന്നു. കുറെ കാലമായി ആ പ്രേമത്തിന് ശേഷം. നമ്മുടെ കുട്ടിക്കാലം എത്ര മനോഹരമാക്കിയ മൂവിയാണ് ആ പ്രേമം നേരം എന്നൊക്കെ പറയുന്നത്. നേരം ഞാൻ ടി വിയിലാണ് കണ്ടിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് തിയേറ്ററിൽ പോകുന്നത് പ്രേമത്തിനാണ്. അന്ന് അത്രയും ഹൈപ്പും ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എല്ലാവരും മലരെ പാടി നടക്കുന്നു, ആ ഒരു സെറ്റപ്പ് ആയിരുന്നു. അന്ന് ഞാൻ 5-ലോ 6-ലോ മറ്റോ ആണ്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് വീട്ടിൽ പറഞ്ഞു പ്രശ്നമാക്കി അങ്ങനെ ഞാൻ ബസ് കയറി പോകുന്നു. അവിടെ നല്ല തിരക്ക്, തിയേറ്ററിലാണെങ്കിൽ ഫുൾ തിരക്ക്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ആ സമയത്ത് അന്ന് ബുക്ക് മൈ ഷോ ഒന്നും ഇല്ലല്ലോ, ഫുൾ തിരക്കാണ്. അവിടെ നിൽക്കുന്ന ഏതൊരു മാമനോട് മാമ എനിക്കൊരു ടിക്കറ്റ് എടുത്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളിക്കാരൻ എടുത്ത് എന്തൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ ആ ഒരു ലെവലാണ് പ്രേമം. നേരൊക്കെ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞ വലുതാണ്. അതുകൊണ്ടാണ് എന്താ ഗോൾഡ് എന്ന് പറഞ്ഞ മൂവി ഇറങ്ങിയപ്പോ ഇത്രയ്ക്കധികം പ്രതീക്ഷ ഉണ്ടായിരുന്നത്. അൽഫോൺസ് പുത്രൻ വീണ്ടും വരുന്നു, കുറെ കാലങ്ങൾക്ക് ശേഷം വരുന്നു, ഇപ്രാവശ്യം ഒപ്പം പൃഥ്വിരാജാണ്, അങ്ങനെയുള്ള കുറെ തോട്ടൊക്കെ വന്നത് കൊണ്ടാണ്. പക്ഷെ അത് നേരെ ഉൾട്ടയായിട്ട് തിരിഞ്ഞു. ഒട്ടും രസം ഉണ്ടായിരുന്നില്ല. നല്ല ചട്ടപ്പ് മൂവി എന്നൊക്കെ പറഞ്ഞാൽ അതായിരുന്നു. പക്ഷെ പിന്നീട് ടി വിയിലൊക്കെ വന്ന സമയത്ത് എനിക്ക് റിപ്പീറ്റ് വാല്യൂ തോന്നിട്ടോ. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പിന്നെയും കണ്ടിരിക്കാം എന്ന് തോന്നി. പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. എനിക്ക് അങ്ങനെ തോന്നി, പേഴ്സണലി തോന്നി. പക്ഷെ അത് അന്ന് ചിലപ്പോ വല്ല ഹൈപ്പ് കാരണം ആയിരിക്കാം, ചിലപ്പോ മേ ബി അന്ന് ഇത്രയും ഹൈപ്പ് മനസ്സിനുള്ളിലുള്ളത് കൊണ്ടായിരിക്കാം, അത് പ്രതീക്ഷിച്ച് ആ രീതിയിലേക്ക് വരാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നിയത്. എന്തായാലും ഇപ്പൊ കുറെ കാലങ്ങൾക്ക് ശേഷം വരികയാണ്. അന്ന് ഗോൾഡിന് ശേഷം നല്ലൊരു ഡിപ്രഷനിലേക്ക് എന്റെ പുള്ളി പോയിരുന്നു. അതിനൊരു കംബാക്ക് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പിന്നെ ആക്ടിങ്ങിൽ നല്ല ഇൻവോൾവഡ് ആയിട്ട് പുള്ളി വന്നു. അവിടെ കുറെ കത്തിച്ചു. ഇനി ഡയറക്ഷനിലേക്ക് പുള്ളിയുടെ സേഫ് സോണിലേക്ക് വീണ്ടും പോവുകയാണ്. അത് അടിപൊളിയായിട്ട് തന്നെ വരട്ടെ. അത് നിവിൻ പോളിയുടെ 50-ാമത്തെ മൂവിയാണ്. നിവിൻ പോളിനൊപ്പം തന്നെ വീണ്ടും വരുന്നു. എന്തായാലും അടിപൊളി ആവട്ടെ. പിന്നെ അൽഫോൺസ് പുത്രൻ നമ്മൾ കുറച്ച് കാണേണ്ട ആളൊന്നുമല്ലല്ലോ. പുള്ളിയുടെ ഗ്യാങ്, പുള്ളിയുടെ സെറ്റപ്പേ വേറെയാണ്. പുത്രേട്ടന്റെ ഗ്യാങ് എന്ന് പറയുന്നത് കാർത്തിക് സുബ്ബരാജ്, വിജയ് സേതുപതി അടങ്ങുന്ന കുറെ പേരുള്ള പുത്രേട്ടന്റെ ഗ്യാങ് സീനാണ്. പുത്രേട്ടനും സീനാണ്, പുത്രേട്ടന്റെ ഗ്യാങ് സീനാണ്. അപ്പോ പുള്ളിക്ക് നല്ലൊരു സ്റ്റെപ്പായിട്ട് തന്നെ വരാൻ പറ്റട്ടെ എന്ന്. ഇതിന്റെ എഡിറ്ററും അൽഫോൺസ് പുത്രൻ തന്നെയാണ് ആസ് യൂഷ്വൽ. വിഷ്ണു വിജയാണ് ഇതിന്റെ സൗണ്ട് മിക്സിംഗ് എന്ന് തോന്നുന്നു. പിന്നെ ബാക്കിയൊക്കെ നിവിൻ പോളി ഇതിന്റെ പ്രൊഡക്ഷന്റെ ഒരു ഭാഗമാണ് തോന്നുന്നു. ഇതൊക്കെയാണ് പുതിയ ഇത്. എനിക്ക് ആ ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് നെഗറ്റീവായിട്ട് തോന്നിയത്. എനിക്ക് ഫീൽ ചെയ്തു നല്ല രീതിയിൽ. അത് കാണുമ്പോൾ നേരെ അറിയുന്നുണ്ട്, നല്ല നല്ല വിസിബിൾ ആണത്. വയറ് വെച്ച് കെട്ടിയിരിക്കാൻ, ഉള്ളിലേക്ക് തള്ളിയിരിക്കാണ് നന്നായിട്ട് അറിയാം. പിന്നെ ആ കോസ്റ്റ്യൂം തീരെ ചേർച്ചയും തോന്നിയില്ല. അപ്പൊ ഇത് രണ്ടും ഒന്ന് ശ്രദ്ധിച്ചാൽ അടിപൊളിയാക്കാം. എന്തായാലും നല്ലൊരു സ്റ്റെപ്പായിട്ട് തന്നെ അവർ വരട്ടെ. എന്തായാലും അടിപൊളിയാവട്ടെ. എന്തായാലും നിങ്ങൾക്ക് വിജയത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാം. നിങ്ങളെ കാത്തിരിക്കുന്ന വേറെ മൂവീസ് ഏതാണ് പറയാം. ഓക്കെ, ബൈ.